Hi everyone, welcome back to our YouTube channel. ഞാൻ മറീന പീരജി. This is Sureka Crash Course Academy. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര ആഘോഷത്തിലായിരിക്കുമല്ലോ. നാളെ ന്യൂ ഇയർ ആണ്. അപ്പോൾ എന്താണ് ന്യൂ ഇയറിന് കേൾക്കുമ്പോഴേ ഉണർവിൻ്റെയും പ്രതീക്ഷകളുടെയും ഒക്കെ ഒരു ദിനമാണല്ലേ. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ന്യൂ ഇയർ എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമില്ലേ. പുതിയ പുതിയ തീരുമാനങ്ങൾ, പുതിയ പ്രതിജ്ഞകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എല്ലാവരും ഓരോരുത്തരും ഓരോ രീതിയിലാണ് അടുത്ത വർഷം ഞാൻ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ മാറണം, അങ്ങനെ മാറണം എന്നൊക്കെ എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ന്യൂ ഇയർ എന്ന് കേൾക്കുമ്പോഴേ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ എന്തായാലും 2023 ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ജാക്ക് മാ, അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജാക്ക് മാ എന്ന് പറഞ്ഞ വ്യക്തി ആരാണെന്ന് പറഞ്ഞാൽ ആലിബാബ എന്ന് പറഞ്ഞ ഒരു ഇ-കൊമേഴ്സ് സൈറ്റുണ്ട്, അതിൻ്റെ ഫൗണ്ടറാണ് ഈ ജാക്ക് മാ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ലൈഫ് നമ്മളെ പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പരാജയത്തിൽ നിന്ന് മുന്നോട്ട് വന്നൊരു വ്യക്തിയാണ് ഈ ജാക്ക് മാ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിലെ കുറച്ച് ഒരുപാടൊന്നും പറഞ്ഞ് ക്ലാസ് ഈ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. കൊച്ചു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങും. ഓക്കെ, നമ്മുടെ ലൈഫിൽ ഫെയിലിയേഴ്സൊക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തോന്നാറില്ലേ ഇനി നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, എത്ര വട്ടം ഞാൻ ട്രൈ ചെയ്തതാ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കും അല്ലേ. ഇനി എനിക്ക് വയ്യ, എനിക്ക് മാത്രം എന്താ എങ്ങനെ വരുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് നിർത്താം എന്നൊക്കെ ആലോചിക്കത്തില്ലേ. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, ജീവിതത്തിൽ നമ്മൾ വിട്ടുകൊടുക്കരുത്. ഓക്കെ, എന്നെ കൊണ്ട് അതാവില്ല എന്ന് നിങ്ങൾ ചിന്തിക്കത്തില്ലേ, ആ ഒരു സമയത്താണ് നിങ്ങൾ തോറ്റു പോകുന്നത്. സോ നമ്മൾ ലൈഫിൽ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യല്ല. സോ നെവർ എവർ ഗീവ് അപ്പ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പാഠം പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം മുന്നിൽ ഒരുപാട് ചാലഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ലൈഫിൽ ഒരുപാട് ചാലഞ്ചസ് വരുന്നു. അപ്പോൾ എന്താണ്, ആ ചാലഞ്ചസിനെയൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഓപ്പർച്യൂണിറ്റികളാക്കി മാറ്റണം. എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. പക്ഷേ ഈ പ്രോബ്ലംസ് മുന്നിൽ വരുമ്പോൾ എന്ത് ചെയ്യണം, അയ്യോ എന്ന് വിളിച്ച് നിങ്ങൾ ആരും ഓടിപ്പോകരുത്. അല്ലാതെ ആ പ്രോബ്ലംസിനെ എന്ത് ചെയ്യണം, നിങ്ങൾ ഓപ്പർച്യൂണിറ്റികളാക്കി മാറ്റാൻ ശ്രമിക്കണം. ഓക്കെ ആണല്ലോ. എന്നാൽ മാത്രമേ നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്ക് രജനീകാന്തിൻ്റെ പടയപ്പ മൂവി കേട്ടിട്ടില്ലേ? കണ്ടിട്ടുമില്ലേ? പടയപ്പ കണ്ടിട്ടില്ലെങ്കിൽ വേണ്ട, പാട്ട് എന്തായാലും കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും. ആ പടയപ്പ മൂവിക്കകത്ത് ഒരു ഫേമസ് പാട്ടുണ്ട്. എന്താ, ഓർക്കുന്നോ? വളരെ ഫേമസ് ആയിട്ടൊരു സോങ്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സോങ്ങാണ്. എന്താണ്, വാഴ്ക്കയിലായിരുന്ന തടകളും ഉനക്കൊരു പടിക്കല്ലപ്പ. എന്ത് രസമല്ലേ ആ വരികളിനകത്തെ ഉള്ള അർത്ഥം. നമ്മുടെ അറിയോ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വരും. ആ തടയുന്ന സ്ഥാനത്ത് എന്ത് വേണം, നിങ്ങളൊരു പടിക്കല്ലാക്കണം. ഓക്കെ, പടിക്കല്ലാക്കിയിട്ട് അതിൽ ചവിട്ടി നിങ്ങൾ അപ്പുറത്ത് കിടക്കണം. ഓക്കെ, അതിൽ ചവിട്ടി നിങ്ങൾ അപ്പുറത്ത് കിടക്കണം. ഇനി ചിലരെന്ത് ചെയ്യും, ആ മുന്നിൽ വരുന്ന തടസ്സത്തിൽ നമ്മൾ എന്ത് ചെയ്യും, വേറെ ചിലരെന്ന് പറഞ്ഞാൽ മുന്നിലൊരു തടസ്സം വന്നാൽ ആ സാധനം തടയുന്ന സ്ഥാനത്തെ കണ്ട അവിടെ അങ്ങ് നിന്ന് പോകും. എന്നിട്ട് എന്ത് പറയും, അയ്യോ എന്നെക്കൊണ്ട് ഇനി പറ്റില്ല, എനിക്ക് കഴിയില്ല എന്ന് പറയും. പക്ഷേ അങ്ങനെ നിൽക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, അതേ ചവിട്ടി നമ്മൾ അപ്പുറത്ത് കിടക്കണം. ഓക്കെ, അങ്ങനെ കടന്നാൽ മാത്രമേ എന്തുള്ളൂ, നമ്മുടെ ലൈഫിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ചലഞ്ചുകൾ നമ്മൾ ഓപ്പർച്യൂണിറ്റികളാക്കി മാറ്റണം. ഓക്കെ ആണല്ലോ. എന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സക്സസ് ആവുകയുള്ളൂ. അല്ലാതെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ എന്നെക്കൊണ്ട് ഇനി കഴിയില്ല എന്ന് പറഞ്ഞ് നിന്ന് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ നിന്ന് പോകും. സോ നമ്മൾ എപ്പോഴും കീപ് ഗോയിങ്. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നല്ലൊരു ന്യൂ ഇയർ എല്ലാവർക്കും നേരുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. കഴിഞ്ഞ ഷിഫ്റ്റിനകത്തൊക്കെ ചോദിച്ചിരുന്നു ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ ആർട്ടിക്കിൾ ഏതായിരുന്നാണ് ചോദിച്ചിരുന്നത്. ഇതിനകത്ത് എന്ന് ചോദിച്ചാൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ബിക്കം എ ഫണ്ടമെൻ്റൽ റൈറ്റ്. ഫണ്ടമെൻ്റൽ റൈറ്റ് ആയത് എന്നാണ്? ഏപ്രിൽ 2010. നമുക്കറിയാം റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 21A ആണ്. ഓക്കെ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ആർട്ടിക്കിൾ 21A ആണ്. അതിൽ പ്രകാരം എന്താണ്, 6 തൊട്ട് 14 വയസ്സുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആൻഡ് കമ്പൽസറി
എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്നുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A. 21A എന്നാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്. അത് എന്നാണ് കെയിം ഇൻ ടു എഫക്റ്റ് ആയത്? ഏപ്രിൽ 1, 2010 ഓക്കെ. നെക്സ്റ്റ് വൺ, INSAT-2E. INSAT-2E വാസ് ലോഞ്ച്ഡ് ഫ്രം. INSAT-2E എവിടെ നിന്നാണ് ലോഞ്ച് ചെയ്തത്? ഇൻസാറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചാടി കയറി ഇന്ത്യ എഴുതില്ല. ഫ്രഞ്ച് ഗുനിയയിൽ നിന്നാണ് അത് ലോഞ്ച് ചെയ്തത്. INSAT-2E എന്ന് പറഞ്ഞാൽ ഇൻസാറ്റിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് ആണ് കേട്ടോ. ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് ആണ് ഇൻസാറ്റ്. ഓക്കെ, ഇൻസാറ്റ്. അതിനകത്ത് ഓരോ സീരീസ് ആണ്. INSAT-2E എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്ത്യൻ ജിയോ സ്റ്റേഷനറി കമ്മ്യൂണിക്കേഷൻ ആൻഡ് വെതർ സാറ്റലൈറ്റ്. ഓക്കെ, ഇത് മൾട്ടിപർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. കമ്മ്യൂണിക്കേഷനും വെതർ പർപ്പസിനും ഉപയോഗിക്കുന്ന ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആണ് INSAT-2E. ഓക്കെ ആണല്ലോ. അത് ആരാണ് മാനുഫാക്ചർ ചെയ്യുന്നത്? ISRO ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ISROയെ കുറിച്ച് ഞാൻ വീണ്ടും പറയുന്നില്ല. ഇപ്പം എല്ലാവർക്കും അതിനെക്കുറിച്ച് ISROയെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിയില്ല. എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം, ആരാണ് അതിൻ്റെ ചെയർമാൻ, എല്ലാം അറിയാം. ഓക്കെ, അപ്പോൾ INSAT-2E എന്നാണ് ലോഞ്ച് ചെയ്തത്? എന്നാണെന്നല്ല, ലോഞ്ച് ചെയ്ത് എവിടെ നിന്നാണ്? ഫ്രഞ്ച് ഗുനിയയിൽ നിന്നാണ്. ഓക്കെ ആണല്ലോ, ലോഞ്ച്ഡ് ഫ്രം ഫ്രഞ്ച് ഗുനിയ. നെക്സ്റ്റ് വൺ, elephant, bears and rhinos are the examples. So എലിഫന്റും ബിയേഴ്സും റൈനോസും എന്തിൻ്റെ എക്സാമ്പിൾസ് ആണ്? മാമൽസിൻ്റെ എക്സാമ്പിൾസ് ആണ്. നമുക്കറിയാം മാമൽസ് എന്ന് പറയുന്നത് എന്താണ്? ക്ലാസ് മമേലിയ. ഓക്കെ, ക്ലാസ് മമേലിയ എന്ന ഗ്രൂപ്പിനകത്തെ വെർട്ടിബ്രേറ്റ്സ് ആണ്. എ ഗ്രൂപ്പ് ഓഫ് വെർട്ടിബ്രേറ്റ്സ് ആനിമൽസ് ആണ് ഈ മമേലിയ എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് ഗ്രൂപ്പ് ഓഫ് വെർട്ടിബ്രേറ്റ് ആനിമൽസ് ആണ് ഈ മാമൽസ്. അവർക്ക് എന്തുണ്ട്? പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻസ് ഉണ്ട്. പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻസ് ഉണ്ട്. സോ അത് കാരണം എന്ത് ചെയ്യുന്നു? വുമൺസ് അതിനകത്ത് അവരുടെ മക്കൾക്ക് എന്ത് ചെയ്തു? മുലയൂട്ടി വളർത്തുന്നതാണ്. ഓക്കെ, അപ്പം എലിഫന്റ്, ബിയേഴ്സ്, റൈനോസ് ഒക്കെ എന്താണ്? മാമൽസ് ആണ്. ഓക്കെ, അവർക്ക് പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻ 1930 എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ വർഷം കേൾക്കുമ്പോഴേ നമ്മൾ അതുമായിട്ട് വരുന്ന ഇൻസിഡൻസ് എല്ലാം ഓർമ്മ വരണം കേട്ടോ. ഇൻ 1930 ദ ഫസ്റ്റ് ഫേസ് ഓഫ് ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, ദ സാൾട്ട് സത്യാഗ്രഹ, ബിഗാൻ വിത്ത് മഹാത്മാഗാന്ധി മാരത്തോൺ മാർച്ച് ഫ്രം സബർമതി ആശ്രമത്തിൽ നിന്ന് എവിടം വരെയാണ്? ദണ്ഡി വരെ ഉള്ളതായിരുന്നു. ഓക്കെ, സബർമതി ആശ്രമത്തിൽ ദണ്ഡി എത്ര ദിവസത്തെയായിരുന്നു? 24 ദിവസത്തെ മാർച്ചായിരുന്നു. 24 days മാർച്ചായിരുന്നു. എന്തിനു വേണ്ടിയിട്ടുള്ള? എഗനിസ്റ്റ് ബ്രിട്ടീഷ് സാൾട്ട് മൊണോപ്പൊളി. ഓക്കെ ആണല്ലോ. അപ്പം 1913 നമ്മുടെ സാൾട്ട് സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്യുന്നു. സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി വരെയുള്ള 24 ദിവസത്തെ യാത്രയായിരുന്നു, മാർച്ചായിരുന്നു. ഗാന്ധിജിയായിരുന്നു അതിന് നേതൃത്വം വഹിച്ചത്. എഗനിസ്റ്റ് ആയിട്ട് എന്തിനു വേണ്ടിയുള്ള? ബ്രിട്ടീഷ് സാൾട്ട് മൊണോപ്പൊളിക്ക് എഗനിസ്റ്റ് ആയിട്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇതാണ് റിവേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടോ. റിവേഴ്സ് എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് കൃഷ്ണയെ കുറിച്ചുണ്ടായിരുന്നു, അതിൻ്റെ മുന്നത്തേനകത്ത് ബ്രഹ്മപുത്രയെ കുറിച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലാസ് റിവേഴ്സ് എന്നുള്ള ഒരു സെക്ഷൻ. ഓക്കെ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ദ പ്രാൺഹിത ഈസ് ദ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഗോദാവരി. നമുക്കറിയാം ഗോദാവരിയുടെ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ആണ് ഈ പ്രാൺഹിത. ഓക്കെ, അതിനൊരു വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതെന്താണ്? കമ്പൈൻഡ് ഫ്ലോ ആണ്. എന്തിൻ്റെയൊക്കെ? അതാണ് ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചേക്കുന്നത്. പ്രാൺഹിത ഈസ് ദ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഗോദാവരി റിവർ കൺവെയിൻ ദ കമ്പൈൻഡ് ഫാക്ടേഴ്സ് ഓഫ് പെൻഗംഗ റിവർ ഡാഷ് ആൻഡ് വെയിൻഗംഗ റിവർ. ഏതൊക്കെയാണ്? വർദ്ധയാണ്. ഓക്കെ, വർദ്ധ റിവർ ആണ്. ഓക്കെ, നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ അറിയാം. കൊയിന എന്താണ്? കൃഷ്ണയുടെ ട്രിബ്യൂട്ടറിയാണ്. അപ്പം നമുക്ക് അങ്ങനെ അറിയാവുന്നവർക്ക് ഓപ്ഷൻ കണ്ട് അതിനകത്തൊന്നും എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താണ്? പ്രാൺഹിത എന്ന് പറയുന്നത് ഗോദാവരിയുടെ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ആണ്. അത് എന്തൊക്കെ വാട്ടേഴ്സിൻ്റെ റിവേഴ്സിൻ്റെ കമ്പൈൻഡ് ആണ്? പെൻഗംഗ റിവർ, വർദ്ധ റിവർ ആൻഡ് വെയിൻഗംഗ റിവർ. അപ്പോൾ ഗോദാവരിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഗോദാവരി എന്ന് നമുക്കറിയാം പെനിൻസുലാർ റിവറാണ്. പെനിൻസുലാർ റിവറാണ് ഈ ഗോദാവരി. ഓക്കെ, അതുപോലെ തന്നെ ലോങ്ങസ്റ്റ് റിവർ ഇൻ പെനിൻസുലാർ ഇന്ത്യ. പെനിൻസുലാർ ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് റിവറാണ് ഗോദാവരി. ഓക്കെ,
നമുക്കറിയാം റിവേഴ്സ് രണ്ട്, ഹിമാലയൻ റിവേഴ്സും പെനിൻസുലാർ റിവേഴ്സും ഉണ്ട്. അതിനകത്ത് ഗോദാവരി പെനിൻസുലാർ റിവറാണ്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ലോങ്സ്റ്റ് റിവർ ഇൻ പെനിൻസുലാർ ഇന്ത്യയാണ് ഗോദാവരി. നെക്സ്റ്റ് വൺ എന്താണ്? സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ ആഫ്റ്റർ ഗംഗ. നമുക്കറിയാം ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ ഏതാണ്? ഗംഗയാണ്. അതിന് ശേഷമുള്ള ഏതാണ്? സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ ഗോദാവരിയാണ്. സോ അതിന് എന്തും കൂടെ പേരുണ്ട്? ദക്ഷിൺ ഗംഗ എന്നറിയപ്പെടുന്ന ഏതാണ്? പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദക്ഷിൺ ഗംഗ എന്നറിയപ്പെടുന്ന റിവർ ഏതാണ്? ഗോദാവരിയാണ്. ഓക്കെ, സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ ആഫ്റ്റർ ഗംഗ. അതുപോലെ തന്നെ ലോങ്സ്റ്റ് റിവർ ഇൻ പെനിൻസുലാർ ഇന്ത്യയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഏതൊക്കെ സ്റ്റേറ്റിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്? മഹാരാഷ്ട്രയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തെലുങ്കാന, ദെൻ ആന്ധ്രാപ്രദേശ്, ദെൻ ഛത്തീസ്ഗഡിൽ പോവും, ദെൻ ഒഡീഷ, ദെൻ ബേ ഓഫ് ബംഗാൾ. ഓക്കെ, മഹാരാഷ്ട്ര, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ ആൻഡ് ബേ ഓഫ് ബംഗാൾ. ഇത്രയും സ്ഥലത്തൂടെയാണ് ഇത് ഒഴുകുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഇനി അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ സോഴ്സ് എവിടുന്ന? ഗോദാവരിയുടെ സോഴ്സ് എവിടുന്നാണ്? ത്രയംബകേശ്വർ. എവിടുന്നാണ്? ത്രയംബകേശ്വർ, മഹാരാഷ്ട്രയിലെ ത്രയംബകേശ്വർ എന്നായിരുന്നു സോഴ്സ്. ഗോദാവരിയുടെ സോഴ്സ് എവിടുന്നാണ്? ത്രയംബകേശ്വർ, മഹാരാഷ്ട്രയാണ്. ഓക്കെ, ഇനി റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്? ജസ്റ്റ് ഇവിടെ താഴോട്ട് എഴുതാം. ഓക്കെ, ഗോദാവരിയുടെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്? ട്രിബ്യൂട്ടറീസ് പഠിച്ചു വെച്ചാൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ് മഞ്ചീര, അതുപോലെ തന്നെ മനേർ, അതുപോലെ തന്നെ പ്രാവര. ഇത് ഇത്രയുമാണ് ഗോദാവരിയുടെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ്. ഇനി ലെഫ്റ്റ് ബാങ്ക് ഉണ്ട്. ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്? വർധ, വെയിൻഗംഗ, പെൻഗംഗ, ഇന്ദ്രാവതി, ശബരി എന്നൊക്കെ ഉള്ളത് ചോദിച്ചിട്ടുള്ളതാണ്. ശബരി ഏത് റിവറിന്റെ ട്രിബ്യൂട്ടറിയാണ്? ഏതിൻ്റെയാണ്? ഗോദാവരിയുടെയാണ്. അതുപോലെ തന്നെ പെഞ്ച്, ദെൻ കൻഹാൻ ആൻഡ് ധർണ. ഇത്രയും ഗോദാവരിയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. അതിനകത്ത് ഈ വർധയും വെയിൻഗംഗയും പെൻഗംഗയും കൂടെ ഒരുമിച്ച് കമ്പൈൻഡ് ആയിട്ട് ഫ്ലോ ചെയ്യുന്നതാണ് ഏത്? പ്രാൺഹിത. പ്രാൺഹിത. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഇന്ത്യ കോട്ടൺ ക്രോപ്പ് ഈസ് മെയിൻലി ഗ്രോൺ ഇൻ. നമുക്കറിയാം ഇന്ത്യയിൽ കോട്ടൺ ക്രോപ്പ് എവിടെയാണ് മെയിൻലി ഗ്രോ ചെയ്യുന്നത്? ബ്ലാക്ക് സോയിലാണ്. ഓക്കെ, ബ്ലാക്ക് സോയിലാണ് കോട്ടൺ കൾട്ടിവേഷന് ഏറ്റവും നല്ല സോയിൽ. ഓക്കെ, അതുപോലെ തന്നെ ബ്ലാക്ക് സോയിലിന് വേറൊരു പേരുണ്ട്. എന്താണ്? റഗൂർ സോയിൽ. ഓക്കെ, റഗൂർ സോയിൽ എന്നറിയപ്പെടുന്നത് നമ്മുടെ ഈ ബ്ലാക്ക് സോയിലാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ആരാണ്? നരേന്ദ്ര സിംഗ് തോമർ. നമുക്കറിയാം, അത് ഓർത്തു വെക്കാൻ ഇത്രയേ ഉള്ളൂ. അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് ആണ്. അപ്പോൾ അഗ്രികൾച്ചറിനകത്ത് നമുക്കറിയാം തൊമരയൊക്കെ എന്താണ്? അഗ്രികൾച്ചറിനകത്ത് നമ്മൾ കൃഷിക്കകത്തുനിന്ന് ഉണ്ടാകുന്ന സംഭവമാണ് ഈ തൊമരയൊക്കെ. അപ്പോൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ തോമർ, നരേന്ദ്ര സിംഗ് തോമർ എന്ന് ആലോചിച്ച് വെച്ചാണ്. ഓക്കെ, യൂണിയൻ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ആരാണ്? നരേന്ദ്ര സിംഗ് തോമർ ആണ്. അതുപോലെ കോട്ടൺ ക്രോപ്പ് മെയിൻലി ഗ്രോ ചെയ്യുന്നത് റഗൂർ സോയിൽ അല്ലെങ്കിൽ ബ്ലാക്ക് സോയിലാണ്. ഓക്കെ ആണല്ലോ. സോറി. നെക്സ്റ്റ് വൺ, which of the following contains the word largest area of mangrove forest? നമ്മുടെ നാഷണൽ പാർക്കിന്റെ ക്ലാസ്സിനകത്ത് ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ പോയി അത് കാണണം. നമ്മുടെ ചാനലിനകത്ത് കിടപ്പുണ്ട് വീഡിയോസൊക്കെ. ഓക്കെ, വേൾഡ് ലാർജസ്റ്റ് ഏരിയ ഓഫ് മാംഗ്രൂവ് ഫോറസ്റ്റ് ഏതാണ്? സുന്ദർബനാണ് വേൾഡ് ലാർജസ്റ്റ് ഏരിയ ഓഫ് മാംഗ്രൂവ് ഫോറസ്റ്റ്. അത് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, കണ്ടൽ വനങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ?
കണ്ടൽ വനങ്ങൾക്കാണ് ഈ മാംഗ്രൂവ് എന്ന് പറയുന്നത്. ഈ സുന്ദർബൻ എന്ന് വരാൻ കാരണം അവിടെ സുന്ദരി ട്രീ എന്ന് പറഞ്ഞ ഒരുപാട് ട്രീസ് ഉണ്ട്. സുന്ദരി ട്രീ എന്ന് പറഞ്ഞ ഒരുപാട് ട്രീസ് ഇവിടെ ഉണ്ട്. അത് കാരണമാണ് ആ സ്ഥലത്തിന് സുന്ദർബൻ എന്ന് പേര് വരാൻ കാരണം. സുന്ദർബൻ നാഷണൽ പാർക്ക് എവിടെയാണുള്ളത്? വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, അപ്പോൾ വേൾഡ് ലാർജസ്റ്റ് ഏരിയ ഓഫ് മാംഗ്രൂവ് ഫോറസ്റ്റ് എവിടെയാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്? സുന്ദർബൻസിലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, the International Tourist Bureau facility of Indian Railway is not available at International Tourist Bureau facility of Indian Railway available ചെയ്യാത്തത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഓക്കെ, തിരുവനന്തപുരത്താണ് ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ബ്യൂറോ ഫെസിലിറ്റി ഓഫ് ഇന്ത്യൻ റെയിൽവേ അവൈലബിൾ അല്ലാത്തത്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലെ 11 സിറ്റീസിലാണ് ഈ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അത് ഏതൊക്കെയാണ്? കൊൽക്കത്ത, ചെന്നൈ, മുംബൈ, ആഗ്ര, ജയ്പൂർ, ഡൽഹി, വാരണാസി, ജോധ്പൂർ, ബാംഗ്ലൂർ, സിക്കന്ദരാബാദ് ആൻഡ് അഹമ്മദാബാദ്. 11 ആയില്ലേ? അപ്പം ഈ 11 സിറ്റീസിലാണ് ഇന്ത്യൻ ടൂറിസ്റ്റ് ബ്യൂറോ ഫെസിലിറ്റി ഓഫ് ഇന്ത്യൻ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, കൊൽക്കത്ത, ചെന്നൈ, മുംബൈ, ആഗ്ര, ജയ്പൂർ, ഡൽഹി, വാരണാസി, ജോധ്പൂർ, ബാംഗ്ലൂർ, സിക്കന്ദരാബാദ് ആൻഡ് അഹമ്മദാബാദ്. അതിനകത്ത് ഈ ഡൽഹിയും വാരണാസിയാണ് ഇതിൻ്റെ ഓഫീസ് വർക്ക് ചെയ്യുന്നത്. ഡൽഹി ആൻഡ് വാരണാസിയാണ്. ഓക്കെ, ഡൽഹിയും വാരണാസിയാണ് ഇതിൻ്റെ ഓഫീസ് വർക്ക് ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകൾക്ക്, NRIസിനും ടൂറിസ്റ്റുകൾക്കും അവർക്ക് ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ റിസർവേഷനും ട്രാവൽ പ്ലാനിങ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ബ്യൂറോ ഫെസിലിറ്റി ഓഫ് ഇന്ത്യൻ റെയിൽവേ ഇല്ലാത്തത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് വൺ, ഡാഷ് is the name of an Indian light combat aircraft. ഇന്ത്യൻ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റിന്റെ പേരെന്താണ്? തേജസ് ആണ്. നമുക്കറിയാം HAL, HAL, തേജാസ്. HAL എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ഓക്കെ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് തേജസ്. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റിന്റെ നെയിം. ഓക്കെ ആണല്ലോ? ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ഒരു ലൈറ്റ് ഫൈറ്റർ ആണ്. ഡിസൈൻ ചെയ്യുന്ന ആരാണ്? എയറോനോട്ടിക് ഡെവലപ്മെന്റ് ഏജൻസിയാണ് ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് ഈ വട്ടത്തെ CGL 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫെബ്രുവരി 2021 ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു? നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രി ഓഫ് ഇന്ത്യ 83 ഈ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് ആർക്ക് കോൺട്രാക്ട് കൊടുത്തു? HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിന് കോൺട്രാക്ട് കൊടുത്തു. ഓക്കെ, അത് ന്യൂസിനകത്തും ഉണ്ടായിരുന്നു. നമ്മുടെ ഈ വട്ടത്തെ CGL 2020 ക്വസ്റ്റ്യനും ആയിരുന്നു. ഇൻ February 2021 ദ ഡിഫൻസ് മിനിസ്ട്രി ഓഫ് ഇന്ത്യ awarded a contract to manufacture 83 light combat aircraft to ആർക്കാണ്? തേജാസ് ഫൈറ്റേഴ്സ് ടു HAL. ഓപ്ഷൻ ഇതായിരുന്നു, HAL, റിലയൻസ്, അങ്ങനെ കുറേ എണ്ണം. ആർക്കാണ്? തേജാസ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനാണ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് വൺ, ടിൻഡൽ എഫക്റ്റ് ഈസ് റിലേറ്റഡ് ടു ദ. നമുക്കറിയാം ടിൻഡൽ എഫക്റ്റ് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്? സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, സ്കാറ്ററിങ് ഓഫ് ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ടിൻഡൽ എഫക്റ്റ്. ഈ ടിൻഡൽ എഫക്റ്റിന് ആ പേര് വരാൻ കാരണം എന്താണ്? ഇത് കണ്ടുപിടിച്ചത് ജോൺ ടിൻഡൽ ആണ്. ഓക്കെ, ജോൺ ടിൻഡൽ ആണ് ടിൻഡൽ എഫക്റ്റ് കണ്ടുപിടിച്ചത്. അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ഈ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. ഈ കാണുന്നല്ലേ, നമുക്കറിയാം മരങ്ങൾക്കിടയിലൂടെ പ്രകാശം ഇങ്ങനെ വരുമ്പോൾ എന്താണ്? ഈ കാണുന്ന നാടകളായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അത് എന്തിൻ്റെ കാരണം കൊണ്ടാണ്? സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് കാരണമാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ടിൻഡൽ എഫക്റ്റ് ഈസ് റിലേറ്റഡ് ടു ദ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, ഇതാണ് അതിനൊരു എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ, പ്രസാർ ഭാരതി ഈസ് ആൻ ഓട്ടോണോമസ് ബോഡി ദാറ്റ് കംപ്രൈസസ്. പ്രസാർ ഭാരതി എന്ന് പറഞ്ഞൊരു ഓട്ടോണോമസ് ബോഡിയാണ്. അത് ഏതൊക്കെയാണ് ചേർന്നേക്കുന്നത്?
ബോത്ത് AIR ആൻഡ് ദൂരദർശൻ. AIR എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ ഇന്ത്യ റേഡിയോ. ഓക്കെ, ഓൾ ഇന്ത്യ റേഡിയോ. ഇതൊരു ഈ പ്രസാർ ഭാരതി ഇന്ത്യാസ് പബ്ലിക് ബ്രോഡ്കാസ്റ്റർ ആണ്. ഓക്കെ, ഇന്ത്യാസ് പബ്ലിക് ബ്രോഡ്കാസ്റ്റർ ആണ്. ഓക്കെ, ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഓക്കെ, പ്രസാർ ഭാരതിയുടെ ഹെഡ് ക്വാർട്ടർ ന്യൂഡൽഹിയാണ്. അതുപോലെ തന്നെ ഇത് ഫോം ചെയ്ത് എന്നാണ്? 23 നവംബർ 1997 ആണ്. ഓക്കെ, 23 നവംബർ 1997 ആണ് ഈ പ്രസാർ ഭാരതി ഫോം ആയത്. ഹെഡ് ക്വാർട്ടർ ന്യൂഡൽഹിയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഏതൊക്കെയാണ്? ഇതിനകത്ത് ചൈൽഡ് ഏജൻസീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എയർ ഇന്ത്യ അല്ല, എയർ എന്താണ്? ഓൾ ഇന്ത്യ റേഡിയോ ആൻഡ് ദൂരദർശൻ. ഓക്കെ, ഇത് രണ്ടാണ്. ഈ ഓൾ ഇന്ത്യ റേഡിയോ എന്താണ്? റേഡിയോ ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടിയാണ്. ഓക്കെ, റേഡിയോ ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടി AIRഉം ദൂരദർശൻ എന്താണ്? ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടിയാണ്. ഓക്കെ, ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ആണ് ദൂരദർശൻ പ്രൊവൈഡ് ചെയ്യുന്നത്. AIR റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ആണ്. ഓക്കെ, അപ്പോൾ പ്രസാർ ഭാരതി എന്ന് പറയുന്നൊരു ഓട്ടോണോമസ് ബോഡിയാണ്. അതിനകത്ത് AIRഉം ദൂരദർശനുമാണ്. അതൊരു ഇന്ത്യയുടെ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ ആണ്. ഹെഡ് ക്വാർട്ടർ ന്യൂഡൽഹിയാണ്. ഫോം ചെയ്ത വർഷം 23 നവംബർ 1997 ആണ്. അതിൻ്റെ CEO ആരാണ്? ഇപ്പോഴത്തെ CEO ശശി ശേഖർ വെമ്പാട്ടി. ഓക്കെ, ശശി ശേഖർ വെമ്പാട്ടിയാണ് CEO ഓഫ് പ്രസാർ ഭാരതി. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, യൂത്ത് സാറ്റ് റെഫേഴ്സ് ടു. യൂത്ത് സാറ്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സാറ്റലൈറ്റ് ആണ്. യൂത്ത് സാറ്റ് എന്ന് പറഞ്ഞ ഒരു റഷ്യൻ ഇന്ത്യൻ സയന്റിഫിക് എഡ്യൂക്കേഷണൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ്. യൂസാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റഷ്യൻ ഇന്ത്യൻ സയന്റിഫിക് എഡ്യൂക്കേഷണൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ യൂസാറ്റ് റെഫേഴ്സ് ടു എന്താണ്? സാറ്റലൈറ്റ് ആണ്. ഇത് എന്നാണ് യൂസാറ്റ് ലോഞ്ച് ചെയ്തത്? 2011 ലോഞ്ച് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ, the dash is the work done in a moving a unit charge between 2 points in an electric circuit. നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് is the work done in moving a unit charge between 2 points in an electrical circuit. നമ്മളിതൊക്കെ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചതാണ് കേട്ടോ. സയൻസിനകത്ത് നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നത് കണ്ടോ? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ദ റൺ ഉത്സവ് ഈസ് എ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ഇൻ. റൺ ഉത്സവ് എവിടുത്തെ ഫെസ്റ്റിവൽ ആണ്? ഇത് കേൾക്കുമ്പോഴേ അറിയാൻ പറ്റും എവിടുത്തെയാണ്. ഞാൻ പറഞ്ഞു ഫെസ്റ്റിവൽസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫെസ്റ്റിവൽസിൻ്റെ അതുപോലെ തന്നെ ഡാൻസിൻ്റെ ഒക്കെ ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട്. നിങ്ങളതൊക്കെ കാണണം. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാം ഒന്നും എടുക്കുന്നില്ല. നമുക്കറിയാം ഇന്ന സെക്ഷനകത്തു നിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദ റൺ ഉത്സവ് ഈസ് എ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ഇൻ. എവിടെയാണ്? ഗുജറാത്തിലാണ്. ഓക്കെ, റൺ ഉത്സവ് ഈസ് എ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ഇൻ ഗുജറാത്ത്. ഓക്കെ ആണല്ലോ. റൺ ഉത്സവ് ഈസ് എ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ഇൻ കച്ച്, ഗുജറാത്തിലാണ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ അവിടുത്തെ CM ആരാണ്? CM ഓഫ് ഗുജറാത്ത്. ഗുജറാത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടുത്തെ CM കൂടെ അങ്ങ് പറഞ്ഞു ഓർമ്മയിരുന്നോട്ടെ. CM ഓഫ് ഗുജറാത്ത് ആരാണ്? ഭൂപേന്ദ്ര. കാരണം ഇപ്പോൾ അദ്ദേഹം മാറിയതാണ്. CM അവിടുത്തെ മാറി. അപ്പോൾ അത് ചോദിക്കാം പരീക്ഷയ്ക്ക്. ഓക്കെ, ഭൂപേന്ദ്ര പട്ടേലാണ് CM ഓഫ് ഗുജറാത്ത് ഭൂപേന്ദ്ര പട്ടേലാണ്. അതുപോലെ ഗവർണർ ആരാണ്? ഗവർണർ ആചാര്യ ദേവ്രട്ട്. ഓക്കെ, ഗവർണർ ഓഫ് ഗുജറാത്ത് ആചാര്യ ദേവ്രട്ട്. CM ആരാണ്? ഭൂപേന്ദ്ര പട്ടേലാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. ഇന്ത്യൻ കൗൺസിൽ ICAR ഫുൾ ഫോം ഒക്കെ ഓർത്ത് വെച്ചോണം കേട്ടോ. ICARൻ്റെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഓക്കെ, ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ ഹെഡ് ക്വാർട്ടർ. ഓക്കെ ആണല്ലോ. അത് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 16th ജൂലൈ 1929 അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ചീഫ് ആരാണ് ഇപ്പോഴത്തെ? ചീഫ് ഓഫ് ICAR ഏതാണ്? ത്രിലോചൻ മോഹപത്ര.
പത്ര. ടി മോഹപത്ര എന്ന് ഓർത്ത് വെച്ചാൽ മതി. ത്രിലോചൻ മോഹപത്രയാണ് ചീഫ് ഓഫ് ICAR. അതിൻ്റെ ഹെഡ് ക്വാർട്ടർ ന്യൂഡൽഹിയിലാണ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 16th July 1929 ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, a chemical reaction is called dash reaction when heat is given out. Heat is given out. ഹീറ്റിനെ പുറത്തു വിടുന്ന റിയാക്ഷൻ പറയുന്ന പേരെന്താണ്? എക്സോതെർമിക്. എക്സോതെർമിക് നമുക്ക് ഇത് കേൾക്കുമ്പോഴേ അറിയാം. എക്സോതെർമിക്. എക്സോ എന്ന് പറഞ്ഞാൽ എന്താണ് വേർഡിൻ്റെ മീനിങ്? റിലീസ് അല്ലേ? എക്സോ മീൻസ് റിലീസ് ആണ്. തെർമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഹീറ്റിനെ പുറത്ത് വിടുന്ന റിയാക്ഷൻ ആണ് ഏത്? എക്സോതെർമിക്. എൻഡോ എന്ന് പറയുമ്പോൾ എന്താണ്? അകത്തോട്ട്. എൻഡോ, അബ്സോർബ്. ഓ എന്ന് പറയുമ്പോൾ അകത്തോട്ട്, അബ്സോർബ് ആണ്. ഓക്കെ, അപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റിനെ പുറത്തേക്ക് വിടുന്നതാണ്. എക്സോ മീൻസ് റിലീസ് ആണ്. ഓക്കെ, ആ പേരിനകത്തുനിന്ന് തന്നെ നമുക്ക് കിട്ടും. എളുപ്പമായിരുന്നില്ലേ? നെക്സ്റ്റ് വൺ, ദ കുഡ് ഡാൻസ് ഈസ് എ ഫേമസ് ഡാൻസ് ഫോം ഓഫ്. എവിടുത്തെയാണ്? ഞാൻ പറഞ്ഞില്ല ഡാൻസ് ഫോംസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ചോദ്യങ്ങൾ വരുന്നതുണ്ടോ? എല്ലാ ഷിഫ്റ്റിനകത്തും ഡാൻസ് ഫോംസും ഉണ്ട്, അതുപോലെ ഫെസ്റ്റിവൽസും റിവേഴ്സിനകത്തു നിന്നുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദ കുഡ് ഡാൻസ് ഈസ് എ ഫേമസ് ഡാൻസ് ഫോം ഓഫ് എവിടുത്തെയാണ്? ജമ്മു കാശ്മീരിലെയാണ്. ഓക്കെ, ജമ്മു കാശ്മീരിലെ ഫോക്ക് ഡാൻസ് ആണ് ഈ കുഡ് ഡാൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡാഷ് സോയിൽ ആർ ഓൾസോ നോൺ ആസ് റഗൂർ. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു കോട്ടൺ കൾട്ടിവേഷന് ഏറ്റവും നല്ല സോയിൽ ഏതാണ്? ബ്ലാക്ക് സോയിൽ. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് സോയിലിൻ്റെ വേറൊരു പേരാണ് റഗൂർ സോയിൽ. ഓക്കെ, ബ്ലാക്ക് സോയിൽ തന്നെയാണ് റഗൂർ സോയിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ, the contraction and expansion of the walls of the food pipe is called dash movement. എന്താണ്? പെരിസ്റ്റാൽറ്റിക് മൂവ്മെന്റ് ആണ്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഈസോഫാഗസിലൂടെ ഫുഡ് എന്ത് ചെയ്യുന്നു? അലിമെന്ററി കനാൽ വഴി പോകുന്നു. ഓക്കെ ആണല്ലോ, അങ്ങനെയാണല്ലോ ഫുഡ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന ആ കോൺട്രാക്ഷൻ എക്സ്പാൻഷൻ ഓഫ് വോൾസ് ഓഫ് ഫുഡ് പൈപ്പിന് പറയുന്ന ആ മൂവ്മെന്റിന് പറയുന്ന പേരെന്താണ്? പെരിസ്റ്റാൽറ്റിക് എന്നാണ് ആ മൂവ്മെന്റിന് പറയുന്ന പേര്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ബീയിങ് ഓൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. CGL-നും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, CHSL-നും ഇതിനകത്തും ചോദ്യം വന്നിരുന്നു. ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ബീയിങ് ഓൺ. എന്നാണ് സുപ്രീം കോർട്ട്? 26th January 1950 ആണ്. ഓക്കെ, 26th January 1950 ആണ്. ഏത് ആക്ട് പ്രകാരമാണ് വന്നത്? റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 7073. ഓക്കെ, റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 7073 പ്രകാരമാണ് നമ്മുടെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ വരുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഇത് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ഫോർട്ട് വില്യം കൽക്കട്ട. ഓക്കെ, ഫോർട്ട് വില്യം കൽക്കട്ടയാണ്. ഓക്കെ ആണല്ലോ, ഫോർട്ട് വില്യം കൽക്കട്ടയിലാണിത്. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 7073 ആണിത്. ഫോർട്ട് വില്യം കൽക്കട്ടയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ചോദ്യമായിരുന്നു. ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരാണ്? ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എച്ച് ജെ കനിയയാണ്. ഓക്കെ, ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എച്ച് ജെ കനിയയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? NV രമണ്ണ. ഓക്കെ, NV രമണ്ണയാണ് കറണ്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എച്ച് ജെ കനിയയാണ്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് NV രമണ്ണയാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, ദ പ്രോസസ് ഓഫ് സ്പ്ലിറ്റിംഗ് വാട്ടർ മോളിക്യൂൾസ് ബൈ ലൈറ്റ് എനർജി ഈസ് കോൾഡ്. എന്താണ്? ഫോട്ടോളിസിസ്. ഫോട്ടോ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്താണ്? ലൈറ്റ് ആണ്. ലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോട്ടോളിസിസിന്റെ ആ പേരിനകത്തു നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഫോട്ടോലിസിസ്. ഫോട്ടോ മീൻസ് ലൈറ്റ് and lysis means splitting. Okay, അപ്പോൾ the process of water molecule by light energy is called photolysis. Okay ആണല്ലോ. Next one, which one of the following names is not related to economic theory? economic theory-യുമായി റിലേറ്റ് ചെയ്യാത്ത പേര് ഇതിനകത്ത് ഏതാണ്? നമുക്ക് കാണുമ്പോഴേ അറിയാം ഓപ്ഷൻ വയ്ക്കുക. ഏതാണ്? നീൽസ് ഹെൻറിക് ഡേവിഡ് ബോർ. ബാക്കി തോമസ് റോബോട്ടും ഡേവിഡ് റിക്കാർഡോയും ഈ ജോൺ കെയ്ൻസും ഇവരെല്ലാവരും എന്താണ്? എക്കണോമിസ്റ്റ് ആണ്. പക്ഷേ ഈ നീൽസ് ഹെൻറിക് ഡേവിഡ് ബോർ ആരാണ്? നമുക്കറിയാം ഫേമസ് ആയിട്ടുള്ള ബോർ ആറ്റോമിക് മോഡലൊക്കെ നമ്മൾ പഠിച്ചിരുന്ന കൊച്ചിലെ ക്ലാസ്സിൽ അല്ലേ? അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ബോർ ആറ്റോമിക് തിയറി, അതുപോലെ തന്നെ ബോർ ആറ്റോമിക് മോഡലൊക്കെ അല്ലേ? അപ്പോൾ ഇദ്ദേഹം ആരാണ്? ഇദ്ദേഹം ഒരു ഫിസിക്സ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം ഫിസിക്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് റിലേറ്റ് ചെയ്യാത്ത ആളാരാണ്? നീൽസ് ബോർ ആണ്. ഓക്കെ,
നെക്സ്റ്റ് വൺ ഇൻ എക്കണോമിക്സ്. എക്കണോമിക്സിനകത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് രണ്ടെണ്ണം ചോദിക്കുന്നുണ്ട് ഷിഫ്റ്റിനകത്തൊക്കെ. ഇൻ എക്കണോമിക്സ് എ വെരി ഡീപ്പ് ആൻഡ് ലോങ് ആൻഡ് പെയിൻഫുൾ റിസെക്ഷൻ ഈസ് കോൾഡ് എന്താണ്? ഡിപ്രഷൻ. ഓക്കെ, ഇൻ എക്കണോമിക്സ് എ വെരി ഡീപ്പ് ലോങ് ആൻഡ് പെയിൻഫുൾ റിസെക്ഷൻ ഈസ് കോൾഡ് ഡിപ്രഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ സിലിക്കൺ ഈസ് കോമൺലി യൂസ്ഡ്. സിലിക്കൺ ഈസ് കോമൺലി യൂസ്ഡ് ആസ് എ സെമി കണ്ടക്ടർ. കഴിഞ്ഞ ഷിഫ്റ്റിനകത്ത് എന്തുവാന്ന് ചോദിച്ചാൽ ജർമേനിയം യൂസ് ചെയ്യുന്നത് എന്തായിട്ടാണെന്നാണ്. ജർമേനിയവും നമ്മൾ യൂസ് ചെയ്യും സെമി കണ്ടക്ടറായിട്ട്, അതുപോലെ തന്നെ സിലിക്കണും നമ്മൾ സെമി കണ്ടക്ടറായിട്ട് ഉപയോഗിക്കും. സിലിക്കൺ ആണ് കോമൺലി ഉപയോഗിക്കുന്നത്, കാരണം സിലിക്കൺ ഒരുപാടുണ്ട് നേച്ചറിനകത്ത്, ഒരുപാട് പ്ലെൻറ്റി ഓഫ് സിലിക്കൺ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സിലിക്കണിനെ സെമി കണ്ടക്ടറായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് ഹൈ ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി ആണ്. ഓക്കെ, ഹൈ ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി ആണ് ഈ സിലിക്കൺ ഉള്ളത്. ഓക്കെ, ഹൈ ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി ആണ്. അതുപോലെ തന്നെ സിലിക്കണിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 14 ആണ്. ഓക്കെ, നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടറായിട്ടാണ് സിലിക്കൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ സാഹിത്യ അക്കാദമി. സാഹിത്യ അക്കാദമി ഈസ് മെയിൻലി ഡെഡിക്കേറ്റഡ് ടു ദ പ്രൊമോഷൻ ഓഫ്. സാഹിത്യ അക്കാദമി എന്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് സാഹിത്യ അക്കാദമി ഉപയോഗിക്കുന്നത്. ഓക്കെ, സാഹിത്യ അക്കാദമി എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. സാഹിത്യ അക്കാദമി ഈസ് എ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ ആണല്ലോ, സാഹിത്യ അക്കാദമി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇത് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ 1954 ഓക്കെ, 1954 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് ഈ സാഹിത്യ അക്കാദമി. എന്തിനു വേണ്ടിയിട്ടാണ്? ലിറ്ററേച്ചറിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് എന്താണ് 24 ഇന്ത്യൻ ലാംഗ്വേജസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 24 ഇന്ത്യൻ ലാംഗ്വേജസ് ഇൻക്ലൂഡിങ് ഇംഗ്ലീഷ്. ഓക്കെ, ഇൻക്ലൂഡിങ് ഇംഗ്ലീഷ്. ഓക്കെ, ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് കേട്ടോ. സാഹിത്യ അക്കാദമിയുടെ ലൊക്കേഷൻ ന്യൂഡൽഹിയിലാണ്. ഇത് നമ്മുടെ ലിറ്ററേച്ചറിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1954 സ്ഥാപിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സാഹിത്യ അക്കാദമി. അതിനകത്ത് 24 ഇന്ത്യൻ ലാംഗ്വേജസ് ഉണ്ട്, ഇംഗ്ലീഷും കൂടെ ചേർത്ത്. ഓക്കെ ആണല്ലോ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 25 ക്ലാസ്സിൻ്റെ. അപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാം നമ്മൾ ഇതുവരെ NTPCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനകത്തുനിന്നുള്ള ഒരുവിധം എല്ലാം നമ്മളിവിടെ കവർ ചെയ്തു. അതിനകത്ത് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, കൂടുതലും വരാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടാതെ ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ ആ സമയത്തെ കറണ്ട് അഫയേഴ്സ് അതിനകത്ത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അതൊന്നും ഇപ്പം നമുക്ക് ആവശ്യമില്ല. 2016 15 ചോദിച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് വേണ്ട, ഇപ്പോഴത്തെ മതി. അപ്പോൾ എല്ലാം കൂടെ ഉൾപ്പെടുത്തി നമ്മൾ ക്ലാസ്സിലത്തെ ഒരു 9 ക്ലാസ് ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കണം. അപ്പം നാളെ ന്യൂ ഇയർ ആണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. പിന്നൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു കാര്യം ചെയ്താൽ മതി. എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം കൂട്ടണം, ഒരു കാര്യം കുറയ്ക്കണം. ഇനി കൂട്ടേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളിലുള്ള എക്സ്പെക്റ്റേഷൻസ് കൂട്ടണം. കുറയ്ക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ളവരിലുള്ള എക്സ്പെക്റ്റേഷൻ കുറയ്ക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ പുതിയൊരു വർഷമാണ്, ഒരുപാട് പ്രതീക്ഷകളും സന്തോഷങ്ങളും ഒക്കെയുള്ള ഒരു വർഷമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ഞാൻ നേരുന്നു. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു.